ഹോസ്ദുർഗ് ബേക്കൽ സബ് ജില്ലാ കലോത്സവ സ്റ്റേജിന മത്സരങ്ങൾക്ക് തുടക്കമായി. ഹോസ്ദുർഗ് സബ് ജില്ലാ കലോത്സവം കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ബേക്കൽ സബ് ജില്ലാ കലോത്സവം ബേക്കൽ ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടക്കുന്നത്. ഹോസ്ദുർഗ് ബേക്കൽ സബ് ജില്ലാ കലോത്സവങ്ങളിൽ സ്റ്റേജിന മത്സരങ്ങൾക്ക് തുടക്കമായി. ഹോസ്ദുർഗ് സബ് ജില്ലാ കലോത്സവം കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ബേക്കൽ സബ് ജില്ലാ കലോത്സവം ബേക്കൽ ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടക്കുന്നത്. 16 വർഷങ്ങൾക്ക് ശേഷമാണ് ബേക്കൽ സബ് ജില്ലാ കലോത്സവം ബേക്കൽ ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആതിഥ്യമരുളുന്നത്. സ്റ്റേജിന മത്സരങ്ങൾക്ക് വ്യാഴാഴ്ച തുടക്കമായി. ഹോസ്ദുർഗ് സബ് ജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഇ ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. അവർക്കെല്ലാം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ് കലാപരമായ അവരുടെ കഴിവുകൾ, സാഹിത്യപരമായ അവരുടെ കഴിവുകൾ, അവരുടെ പ്രതിഭ എത്രമാത്രമുണ്ടെന്ന് അവരുടെ രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു വലിയ അവസരമായിട്ട് വേണം നമ്മൾ ഇത്തരം കലോത്സവങ്ങളെ കാണാൻ. ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. ഈ കലോത്സവങ്ങളിലേക്ക് പോകുമ്പോൾ അവർ അവിടെ മിന്നിത്തിളങ്ങി വരുന്ന വലിയ താരങ്ങളായി മാറുന്നത് നമ്മൾ കാണുന്നതാണ്. പ്രശസ്ത സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രശസ്ത കവി CM വിനയചന്ദ്രൻ പുസ്തകങ്ങളുടെ കൂട്ടുകാരിയായ ശിവദ മോഹന സുവനീർ നൽകി പ്രകാശനം നിർവഹിച്ചു. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷിനോജ് ചാക്കോ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പത്മകുമാരി, കോടോംബേളൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ജയശ്രീ NS, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീലത PV, കോടോംബേളൂർ പഞ്ചായത്ത് അംഗം സൂര്യ ഗോപാലൻ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ R രോഹിൻ രാജ്, അരവിന്ദാക്ഷൻ CV, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുരേന്ദ്രൻ K, പ്രസ് ഫോറം ജോയിന്റ് സെക്രട്ടറി G ശിവദാസൻ, ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ സുനിൽ കുമാർ വെള്ളുവ, ഹെഡ്മിസ്ട്രസ് ശാന്തകുമാരി C, SMC ചെയർമാൻ ബാബു T, PTA വൈസ് പ്രസിഡന്റ് രമേശൻ K, മദർ PTA പ്രസിഡന്റ് നീതു രാജ്, P ഗോവിന്ദൻ, T കോരൻ, ആത്മജ് P എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ ബാബു PM സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ P മോഹനൻ നന്ദിയും പറഞ്ഞു. ഹോസ്ദുർഗ് സബ് ജില്ലയിലെ 80 സ്കൂളുകളിൽ നിന്ന് 312 ഇനങ്ങളിലായി 4000-ഓളം കുട്ടികൾ പങ്കെടുക്കും. 64ാമത് ഹോസ്ദുർഗ് ഉപജില്ല കേരള കലോത്സവം നമ്മുടെ സ്കൂളിലേക്ക് എത്തുമ്പോൾ വരുന്ന അതിഥികളെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഒരു ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കമായ സ്നേഹം എന്താണെന്ന് മറ്റ് സ്കൂളുകൾ കുട്ടികൾക്ക് തിരിച്ചറിയുന്ന വിധത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. പരിമിതമായ സൗകര്യങ്ങളാണ് നമുക്കുള്ളത്. ആ സൗകര്യങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാരുടെ മുഴുവൻ കൂട്ടായ്മയോടെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 64 ജില്ലാ കലോത്സവത്തിൻ്റെ മികച്ച സംഘാടനമാണ് കോടോത്ത് വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിനും അവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ നാടിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന കുട്ടികൾക്കും അതോടൊപ്പം അവരോടൊപ്പം വരുന്ന അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉൾപ്പെടെ ഒരാക്ഷേപവും ഇല്ലാത്ത രീതിയിലേക്കുള്ള ചിട്ടവട്ടങ്ങൾ ഒരുക്കണം എന്ന രീതിയിലാണ് നമ്മൾ നേരത്തെ തന്നെ ആലോചിച്ചിട്ടുള്ളത്. ജില്ലാ കലോത്സവത്തിന് ഏവരെയും കോടോത്തിൻ്റെ മണ്ണിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. കലോത്സവം ജനകീയമാക്കുന്നതിനും വിജയിപ്പിക്കുന്നതിനും കഴിഞ്ഞ 1 മാസക്കാലമായി ഈ നാട്ടിലെ ക്ലബ്ബ്, കുടുംബശ്രീ, അതുപോലെ അധ്യാപക സംഘടനകൾ, വിദ്യാർത്ഥികളടക്കമുള്ള എല്ലാ പൊതുജനങ്ങളുടെയും പങ്കാളിത്തം പൂർണ്ണമായും ഉറപ്പിക്കാൻ നമുക്ക് കഴിയും. തീർച്ചയായും മുൻകാലങ്ങളിൽ നടന്ന കലോത്സവങ്ങളിൽ വിഭിന്നമായി നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഈ സബ് ജില്ലയിലെ ഏറ്റവും മികച്ച കലോത്സവമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. സ്റ്റേജിന മത്സരങ്ങളുടെ ആദ്യ ദിനത്തിൽ കാണികൾക്ക് ആശ്ചര്യം പകരുന്ന തരത്തിലുള്ള പ്രകടനവുമായി വേദിയൊന്നിൽ ഭരതനാട്യം മത്സരം അരങ്ങേറി. മറ്റ് കലാമത്സരങ്ങളും കാണികളിൽ ആവേശമുണർത്തി. ദൈവം
കോടോത്ത് ആദ്യമായാണ് സബ് ജില്ലാ കലോത്സവത്തിന് ആതിഥ്യമരുളുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.